തനിക്കെന്തോ പോലീസുകാരെ കാണുമ്പോ എത്ര പുച്ഛം? കൊച്ചായിരുന്നപ്പോ ഒരു പോലീസുകാരനെ കൊന്നതിന്റെ അഹങ്കാരം ഇപ്പോഴും ഉണ്ടല്ലോ നിനക്ക്? അഹങ്കാരമല്ല സാറേ, എനിക്കതിൽ അഭിമാനമുള്ളൂ. ഞങ്ങൾ വിചാരിച്ചിരുന്ന നീ പുറലോകം കാണില്ല കേട്ടോടാ. അതും അറിയാം. ഉരുട്ടും, പഞ്ചാരയിട്ട് കത്തിക്കും, കല്ലുകെട്ടി കായലിൽ താഴ്ത്തും. ഇതൊക്കെ സാറിന്റെ പരമ്പരയിൽപ്പെട്ട പഴയ യമന്മാരുടെ സ്ഥിരം കലാപരിപാടികളല്ലേ സാറേ? മാറ്റം യൂണിഫോമിന് മാത്രമേ ഉള്ളൂ. തന്റെ ഈ പ്രതികരണശേഷി കാണിക്കേണ്ടത് ഞങ്ങളുടെ മുന്നിലല്ലടോ. അന്ന് രാത്രി താനൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ കൊച്ചു ജീവിച്ചിരുന്നേനെ. വേണ്ടെടുത്ത് കാണിക്കടോ തന്റെ ഈ ആവേശം. പ്രതിയല്ല, സാക്ഷിയാണ്. കോട്ടയം പാറക്കുളത്ത് പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 10 വയസ്സുകാരിയെ അപരിചിതനായ ഒരാളോടൊപ്പം കണ്ടുവെന്ന കേളുവിന്റെ മൊഴിയാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അസമയത്ത് ബാലികയെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടും പ്രതികരിക്കാതെയിരുന്ന കേളു എന്ന കേളുകുട്ടിയുടെ നിരുത്തരവാദപരമായ അനാസ്ഥയാണ് ഒരു ജീവൻ പൊലിയാൻ കാരണമായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത് കേസ് വേറെയാ? എന്ത് കേസ് വേറെ? എടാ, ആ ക്രിമിനല് കുട്ടിയെ കൊണ്ട് പോകുന്നത് നോക്കി നിന്നവനാണ് ഈ കേളു. അതവൻ കണ്ടപ്പോ തന്നെ നമ്മളെയോ അല്ലെ അടുത്തുള്ള പോലീസല്ലോ ഒരു അറിയിക്കണ്ടേ? ഇത് പപ്പരമുള്ള കലിപ്പ് കേളു മനഃപൂർവ്വം തീർത്തതാ. കുട്ടി മരിച്ച് ഇത്ര ദിവസമല്ലായിട്ടുള്ളൂ. അതിനിടയ്ക്കൂടെ നിങ്ങളെ പോലെ ആൾക്കാർ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലോ? ഒന്ന് ഇറങ്ങി പോടാ ഇവിടുന്ന്. എന്നോട് ആരോടാ താൻ കളിക്കുന്നറിയോ? തന്നെ എടുത്തോളോ. ഇതാണ് ഒരിക്കലും നന്നാൻ പോകുന്നില്ല. ഇയാൾ ഇറങ്ങി വിട്ടില്ലെങ്കിലും എനിക്ക് 10 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ മാസം ഇവന്റെ കടലെ പറ്റി എന്റെ പാട്ടി കൊടുക്കില്ല. എന്റെ കടക്കകത്ത് എന്നെ നീ കാലുകുത്തരുത്. പൊയ്ക്കോടുന്ന്. ഇരുമ്പ് കാച്ചി തല്ലി പരത്തുന്ന നിന്റെ മനസ്സിന് ഇരുമ്പിനേക്കാൾ കട്ടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തോ ഒരു സംശയം കൊണ്ട് ഞാനൊന്ന് കാണാതിരിക്കായിരുന്നു. നിന്നെയൊക്കെ ആളുകൾ തിന്നും തുപ്പം ചെയ്യുന്ന കടലാസ് പറക്കാനേ കൊള്ളത്തുള്ളൂ. നിസ്സാര വഴക്കിന് നീ പ്രതികാരം ചെയ്തതേ ഇത്തിരി പോന്നൊരു പെൺകൊച്ചിനോടാ. അവറാനെ, നീയും അങ്ങനെ പറയുന്നോടാ? നീ ഒരു കോപ്പം പറയണ്ടടാ. ഇവനെ നാല് പൊട്ടിച്ചാലോ? ആർക്കാടാ അവനെ പൊട്ടിക്കണ്ടേ? വാടാ, ഇറങ്ങി വാടാ. നാട്ടുകാരെ തല്ലുകൊണ്ട് ചാവണ്ടെങ്കിൽ ഇറങ്ങി പോ കേളു. ഇരുമ്പ് കാച്ചി തല്ലി പരത്തുന്ന നിന്റെ മനസ്സിന് ഇരുമ്പിനേക്കാൾ കട്ടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിസ്സാര വഴക്കിന് നീ പ്രതികാരം ചെയ്തതേ ഇത്തിരി പോന്നൊരു പെൺകൊച്ചിനോടാ. അന്ന് രാത്രി താനൊന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ കൊച്ചു ജീവിച്ചിരുന്നേനെ. വേണ്ടെടുത്ത് കാണിക്കടോ തന്റെ ഈ ആവേശം. ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചാലോ? അറിയാതെ പറ്റിയതാണ്. കൊച്ചു കിളിക്കാൻ പറ്റി. ഏതു ഭാഗ്യവാന്റെ കൊച്ചാണോ ആവോ? ഈ കേളുവാണെങ്കിൽ മുരടനും കുഞ്ഞുങ്ങളോട് ഇടപെടാനും അറിയത്തില്ല. അടുത്താൽ അകലേണ്ടി വരും. അകൽച്ചയാണ് ദുഃഖവും. കുറ്റം ചെയ്യാത്തവരെയല്ലേ അവരെന്നും കുരിശിലേറ്റുന്നത്. അതെപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും.
हाँ बेटी, तुम कब आओगे? देखने को मन तरस रहा। मुझे भी तरस हो रहा ना बेटिया, क्या करूं? तुम्हारा पढ़ाई के लिए पैसे तो चाहिए ना, इसलिए तो अब भाई इतना दूर आके काम कर रहा हूँ। मालूम है, माँ सब कुछ बोली। कहाँ छुपी है तेरी माँ? बुलाओ। माँ, अब्बा बुला रहे, जल्दी आओ। ये माँ कहाँ जाके पड़ी है? माँ। अरे भाई सियार, वो लड़की को मार के क्यों पुल के नीचे दबा दिया? माँ, जल्दी आओ। वो जिंदा रही तो मैं बस जाएगा। अरे बाद में बात करूंगा बेटी। हाँ अब्बा। अरे बताओ बताओ जल्दी बता। हमारा बंगाल का रसगुल्ला थी वो।